വീട്ടിൽ വന്നിട്ട് പോയ ശേഷം ജയേഷിനോടൊന്നും സംസാരിക്കാൻ പറ്റിയില്ലല്ലോ. അതിനിപ്പോ എന്താ ചേച്ചി? അല്ല ജയേഷേ, നിങ്ങൾ തമ്മിലുള്ള കല്യാണം നടക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ജയേഷും അറിഞ്ഞിരിക്കണമല്ലോ. ഒരു വിവാഹം നടക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് സ്ത്രീധനം. ഇവിടെയും അതായിരുന്നു പ്രധാനമായിട്ട് വന്ന വിഷയം. ജയേഷിനെ പറഞ്ഞയച്ച ശേഷം അച്ഛൻ ആവശ്യപ്പെട്ടത് എന്താണെന്ന് അറിയാലോ? ഒരു വീടും ഒരു കാറും. ഇതൊന്നും എന്റെ തീരുമാനമല്ലല്ലോ ചേച്ചി, അച്ഛന്റെ തീരുമാനമല്ലേ. നമ്മളെ വളർത്തി വലുതാക്കിയവരല്ലേ. അപ്പൊ പിന്നെ എനിക്കായിട്ടൊരു അഭിപ്രായം പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാ ഞാൻ അങ്ങോട്ട് വരാത്തത്. കണ്ടോ സൂര്യ, ഇതൊന്നും ജയേഷിന്റെ അറിവോടെയല്ല മാമൻ ചോദിച്ചത്. എന്നാലും സാരല്ല ജയേഷ്, അച്ഛന്റെ തീരുമാനങ്ങളെ അംഗീകരിക്കാൻ തോന്നിയല്ലോ, സന്തോഷം. അല്ല ചേച്ചിക്ക് ഞാൻ പറഞ്ഞ് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ചേച്ചി, ഞാൻ ഭാവിയിൽ ഒരു ഡോക്ടറാ. അപ്പോ എനിക്ക് അതിൻ്റെതായ ഒരു വിലയുണ്ട്. അതറിഞ്ഞു വേണം അച്ഛൻ എവിടെയും സംസാരിക്കാൻ. പക്ഷേ ഇവിടെ അച്ഛൻ എന്നെ വളരെ വില കുറച്ചാണ് കണ്ടത്. മനസ്സിലായില്ല. ഇത്രയും നിസ്സാരമായ സ്ത്രീധനമാണോ എനിക്ക് കിട്ടേണ്ടത്? ഞാനിതൊന്നുമല്ല ഭാവനച്ച് പ്രതീക്ഷിച്ചത്. ഇതിന്റെ 4 ഇരട്ടി സ്ത്രീധനം എനിക്ക് കിട്ടുമായിരുന്നു. പിന്നെ അച്ഛനായിട്ട് തന്ന വാക്കല്ലേ, ഞാനായിട്ട് അത് തെറ്റിക്കണ്ടെന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞ അച്ഛൻ വാക്ക് തന്നോണ്ടാ ചേച്ചി, അല്ലെങ്കിൽ ഞാൻ ഇതിലും കൂടുതൽ ചോദിക്കുമായിരുന്നു. ഇതിനാണോ നീ ഭാനുവിന്റെ പിന്നാലെ നടന്നത്? അപ്പൊ നിന്റെ ലക്ഷ്യം പണം തന്നെ ആയിരുന്നല്ലേ? അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നെ പണം വേണ്ടാന്ന് ആരെങ്കിലും പറയോ? ഒരു ത്രാസിന്റെ 2 തട്ടിൽ ഒന്നിൽ ഭാനുവിനെയും മറ്റൊന്നിൽ പണവും വെച്ച പണം തന്നെ താണു നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാ ഞാൻ. സൂര്യ, സൂര്യ വേണ്ട, വിട് സൂര്യ, വിട് സൂര്യ. ആഹാ, ഇപ്പൊ അങ്ങനെയായില്ലേ? പിന്നെ ഞാൻ എന്താടാ വേണ്ടത്? നീ പറയുന്നതെല്ലാം അംഗീകരിച്ചായിരുന്നോ? ഭാനുവിന് എന്താ വിലയില്ലേ? അവളെയും കാശ് ചെലവാക്കി തന്നെ പഠിപ്പിക്കുന്നത്. അല്ല, ഏട്ടൻ എന്തിനാ ഇങ്ങനെ ചൂടാവുന്നേ? ഇത് ഭാനുവിന്റെ കാര്യമാ. ഇത് സംസാരിക്കാനേ അർഹതപ്പെട്ട ആള് ഭാവനേച്ചിയ, അല്ലാതെ പുറത്തുനിന്നും വലിഞ്ഞു കയറി വന്നൊരു വരുത്തനല്ല.